ഇന്ന് ഞാൻ ഒരു പുതിയ ഗുരുവിന്റെ പഠിപ്പിക്കലുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ പേര് ഡോളോറസ് കാനൻ എന്നാണ്. ഡോളോറസ് കാനൻ ഒരു ആത്മീയ ഗുരുവായിരുന്നു, ഹിപ്നോതെറാപ്പിസ്റ്റ് ആയിരുന്നു. ആളുകളുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. അവർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ വളരെ രസകരമാണ്. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന അവരുടെ പ്രഭാഷണത്തിൽ വിഷ്വലൈസേഷൻ, പ്രാർത്ഥന, അഫർമേഷനുകൾ എന്നിവയ്ക്കുള്ള ഒരു രഹസ്യവഴി ഡോളോറസ് കാനൻ നമുക്ക് പറഞ്ഞുതരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഉള്ളടക്കമാണ് അറിയാൻ താൽപര്യമെന്ന് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഡോളോറസ് കാനൻ ഇംഗ്ലീഷിലാണ് പ്രഭാഷണങ്ങൾ നൽകിയിരുന്നതിന്റെ മലയാള പരിഭാഷയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ചില ആളുകളെ കാണുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളെല്ലാം എത്ര അനായാസമായാണ് സഫലമാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാത്തതിന്റെ ഏറ്റവും വലിയ തടസ്സം നിങ്ങൾ പ്രാർത്ഥനയിലും അഫർമേഷനുകളിലും ഉപയോഗിക്കുന്ന ഭാഷയാണെന്ന് കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം നിങ്ങൾക്ക് തീർച്ചയായും അങ്ങനെയൊരു ദിവസം നൽകും. പക്ഷേ അത് എപ്പോഴും ഭാവിയിലായിരിക്കും, ഒരിക്കലും വർത്തമാനകാലത്തിൽ സംഭവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പോസിറ്റീവ് അഫർമേഷൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭാഷയിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ദിവസം നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ആ ദിവസം ഒരിക്കലും വരുന്നില്ല. അതിനു പകരം ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ് എന്ന് പറയേണ്ടത് പ്രധാനമാണ്. അപ്പോൾ പ്രപഞ്ചം ആ ദിവസത്തെ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങും. നിങ്ങൾ വെറും വാക്കുകൾ പറഞ്ഞാൽ മാത്രം പോരാ, ആ വാക്കുകളുമായി വൈബ്രേഷൻ തലത്തിൽ പൊരുത്തപ്പെടുകയും വേണം. നിങ്ങൾ വർത്തമാനകാലത്തിൽ പ്രസന്റ് ടെൻസ് ഉറച്ചുനിന്നുകൊണ്ട് വികാരങ്ങൾ കൂടി ചേർത്ത് പ്രാർത്ഥിക്കുകയോ അഫർമേഷൻ പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ഒരു ശക്തമായ സിഗ്നൽ അയക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നൽകിത്തുടങ്ങും. എന്നാൽ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. അത് സംഭവിച്ചോ ഇല്ലയോ എന്ന് തിരിഞ്ഞു നോക്കരുത്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന പൂർണ്ണതയുടെ വികാരം, ഫീലിംഗ് ഓഫ് കംപ്ലീഷൻ അനുഭവിക്കണം. പ്രപഞ്ചം ഏറ്റവും അനുയോജ്യമായ സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റ് ആത്മീയമായ അലൈൻമെന്റിൽ സ്പിരിച്വൽ അലൈൻമെന്റ് വരാതിരിക്കുക എന്നതാണ്. ആത്മീയമായി അലൈൻമെന്റിൽ വരാൻ ഭയം, സംശയം, ദുഃഖം, നിരാശ തുടങ്ങിയ താഴ്ന്ന ഊർജ്ജങ്ങളെ, ലോവർ എനർജീസ് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ താഴ്ന്ന ഊർജ്ജങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം വേർപെടുമ്പോൾ നമ്മൾ ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് കടക്കുകയും പ്രപഞ്ചവുമായി അർത്ഥവത്തായ രീതിയിൽ സംവദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു റേഡിയോ സ്റ്റേഷൻ കേൾക്കാൻ അതിന്റെ ശരിയായ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യബേകാത്തതുപോലെ നമ്മുടെ സംശയങ്ങളും ഭയങ്ങളും നമ്മളെ പ്രപഞ്ചവുമായി ശരിയായ ഫ്രീക്വൻസിയിൽ ചേരാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും പ്രപഞ്ചം അത് കേൾക്കില്ല. അതിനാൽ ആത്മീയമായി അലൈൻമെന്റിൽ വരുന്നത് വളരെ പ്രധാനമാണ്. മാനിഫെസ്റ്റേഷൻ ഒരു വൺ വേ സ്ട്രീറ്റ് അല്ല, അതൊരു ദൈവികമായ നൃത്തമാണ്, ഡിവൈൻ ഡാൻസ് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പ്രപഞ്ചത്തോട് എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരു കാറ്റലോഗിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തതുപോലെ അത് തനിയെ വരുമെന്ന് കരുതിയിരുന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ പങ്കാളിത്തമില്ലാതെ പ്രപഞ്ചത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. പ്രപഞ്ചം നിങ്ങൾക്ക് സിങ്ക്രോണിസിറ്റീസ് അവസരങ്ങളോ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ആ വഴിയിലൂടെ നടക്ക്. ഓർക്കുക, നമ്മൾ ഒരിക്കലും തനിച്ചല്ല. പ്രപഞ്ചം നമ്മളെ സഹായിക്കാൻ ഗുരുക്കന്മാരെയും മാലാഖമാരെയും വഴികാട്ടികളെയും അയച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ യാത്രയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടിയിൽ അതൊരു തെറ്റല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിമാറി സഞ്ചരിക്കൽ, ഡീറ്റൂർ മാത്രമാണ്. പ്രപഞ്ചത്തിലൊന്നും നേർരേഖയിലല്ല. നിങ്ങൾ വഴിതെറ്റിപ്പോയെന്ന് തോന്നുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങളൊരു പുതിയ പാഠം പഠിക്കുകയായിരുന്നു. ലക്ഷ്യത്തിൽ നിങ്ങൾ എന്തായാലും എത്തും, ഒരുപക്ഷേ അല്പം ദൈർഘ്യമേറിയ വഴിയിലൂടെയായിരിക്കുമെന്ന് മാത്രം. അത്ഭുതകരമായ മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥനാരീതി. ഇനി നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥനാരീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരുമില്ലെന്ന് ഉറപ്പാക്കുക. ശ്വസനം സൗകര്യപ്രദമായി ഇരിക്കുക. മൂക്കിലൂടെ ശ്വാസമെടുത്ത് വായിലൂടെ പുറത്തുവിടുക. ഇങ്ങനെ 3 തവണ ദീർഘമായി ശ്വാസമെടുക്കുക. ശ്വാസം നമ്മുടെ ഈ ലോകത്തിലെ ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ് ആകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം വർത്തമാനകാലത്തിൽ പ്രസന്റ് ടെൻസ് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുക.
അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടുമോ ആ വികാരം ഈ നിമിഷം അനുഭവിക്കുക. സന്തോഷവും കൃതജ്ഞതയും അനുഭവിക്കുക. അഫർമേഷൻ. നിങ്ങൾ വിഷ്വലൈസേഷനിൽ ആഴത്തിൽ മുഴുകുമ്പോൾ മനസ്സിൽ ഈ അഫർമേഷനുകൾ പറയുക. ഞാനിത് അർഹിക്കുന്നു. ഐ ആം ഡിസേർവിംഗ്. പ്രപഞ്ചം എനിക്ക് നൽകുന്ന എല്ലാ നന്മകളെയും സമൃദ്ധിയെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഐ ആം ഓപ്പൺ ടു ഓൾ ഗുഡ് ആൻഡ് അബണ്ടൻസ് ദി യൂണിവേഴ്സ് ഹാസ് ടു ഓഫർ. മന്ത്രിക്കുന്ന പ്രാർത്ഥന. വിഷ്വലൈസേഷൻ പൂർണ്ണമായി കഴിയുമ്പോൾ വളരെ പതിയെ മന്ത്രിക്കുന്നതുപോലെ ഈ പ്രാർത്ഥന പറയുക. നന്ദി പ്രപഞ്ചമേ, ഇതോ ഇതിലും മികച്ചതോ എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയതിന്. താങ്ക് യു യൂണിവേഴ്സ് ഫോർ മേക്കിംഗ് ദിസ് ഓർ സംതിങ് ബെറ്റർ ഹാപ്പൻ ഇൻ മൈ ലൈഫ്. പൂർത്തീകരണം. പ്രാർത്ഥനയ്ക്ക് ശേഷം പതിയെ കണ്ണുകൾ തുറക്കുക. ഈ മനോഹരമായ ജീവിതത്തിന് പ്രപഞ്ചത്തിന് നന്ദി പറയുക. ചുരുക്കം. ഡോളോറസ് കാനൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. ഏത് അഫർമേഷനും പ്രാർത്ഥനയും വർത്തമാനകാലത്തിൽ പറയുക. അതിൽ വികാരങ്ങൾ ചേർക്കുക. ആഗ്രഹം സഫലമായോ എന്ന് തിരിഞ്ഞു നോക്കാതെ ദൈവികമായ സമയത്തിൽ വിശ്വസിച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. ഭയം, സംശയം തുടങ്ങിയ താഴ്ന്ന ഊർജ്ജങ്ങളെ ഒഴിവാക്കി ആത്മീയമായി അലൈൻമെന്റിൽ വരിക. മാനിഫെസ്റ്റേഷൻ ഒരു പങ്കാളിത്തമുള്ള നൃത്തമാണ്. പ്രപഞ്ചം നൽകുന്ന അവസരങ്ങളിലും ഉൾപ്രേരണകളിലും പ്രവർത്തിക്കുക. വഴിയിൽ തെറ്റുകൾ സംഭവിച്ചാൽ നിരാശപ്പെടരുതൊരു വഴിമാറി സഞ്ചരിക്കൽ മാത്രമാണ്. വിശ്വാസം കൈവിടാതിരിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ബട്ടൺ അമർത്തുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.